ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ നിക്കീനെ എഴുത്തിന് ഇരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിജയദശമിക്ക് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവന് 3 വയസ്സ് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഇരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവിള്ളക്കാവ് വരെയാണ് പോകുന്നത്. തിരുവിള്ളക്കാവ് പ്രസിദ്ധമാണല്ലോ എഴുത്തിനിരുത്താനായിട്ട്. അപ്പോൾ എല്ലാ സമയത്തും അവിടെ ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 വരെയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ക്ഷേത്രത്തിൽ പണി നടക്കുന്ന കാരണം കൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ വിജയദശമി സമയത്തല്ലല്ലോ, അപ്പോൾ ഒരു ദിവസം നോക്കിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ശനി ഞായറാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജോലിക്കും ഒഴിവുണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ താണിക്കുടം വഴി റോഡ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അത് കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ റോഡൊക്കെ നല്ല വീതിയാണ്. പിന്നെ ആ മഞ്ഞ പൂവ് കണ്ടു ഒരു വീടിൻ്റെ മുകളിൽ, അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ പൂവ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മതിലുകൾ മുഴുവനായിട്ട് മഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്. വീടിൻ്റെ മുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പാമ്പിനെയൊക്കെ പേടിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. ഭംഗിനെയാണ് കാണാൻ അങ്ങനെ. അതുപോലെ ഈ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ കുണ്ടുകാടല്ല, പുന്നംപറമ്പ് വഴിക്കാണിത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് പുന്നംപറമ്പ്. അപ്പോൾ റെയിൽവേ ഗേറ്റിലൊന്നും പെടാതെ നമുക്ക് സുഖമായിട്ട് പോവാം. വലിയ റോഡാണ്, നല്ല എളുപ്പത്തിൽ പോവാം. ഇനിയിപ്പോൾ ഇത് കൂടെയൊക്കെ വലിയ വലിയ ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് പെട്ടെന്ന് നാശമാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താണിക്കുടത്ത് നിന്ന് തിരിഞ്ഞിട്ട് അവിടെ ഒരു അയ്യപ്പസ്വാമിയുടെ അമ്പലം ഉണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ. അപ്പോൾ താണിക്കുടത്തുനിന്ന് തിരിഞ്ഞ് നമ്മൾ രാമവർമ്മപുരം വഴിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറ്റിമുക്ക് വഴി. പ്രജി ഇല്ല, പ്രജിക്ക് അമ്പലത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രജി ഇല്ല, പ്രജീനെ കൂട്ടണില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാം. അപ്പോൾ അമ്മേനെ എന്നാൽ ഈ പ്രജയുടെ വീട്ടിലാക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ കൂടെ കൊണ്ടുപോകാം. കാറിൽ പോയി നേരെ അമ്പലത്തിൽ പോയിട്ട് തൊഴിലെ വേണമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ അമ്മേനെ കാര്യങ്ങളൊക്കെ കഴിച്ചു. നീനയുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനൊക്കെ വന്നു. ഞങ്ങൾ ഇവിടുന്ന് കാലത്തെ 7:30 പുറപ്പെട്ടിട്ട് 8:30 ആകുമ്പോഴത്തേനും അമ്പലത്തിലെത്തിയിട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്ക് തിരുവിള്ളക്കാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. നമ്മുടെ ചേർപ്പ്, പെരുമ്പിളിശ്ശേരി എന്നൊക്കെ പറയില്ലേ, ഊരകം, ആ ഭാഗത്താണ് തിരുവിള്ളക്കാവ്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് കേട്ടോ. അവിടെ ഒരു സരസ്വതി മണ്ഡപം പോലെ ഉണ്ട്, അവിടെയാണ് എഴുത്തിനിരുത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. നിക്കിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും. വേറൊരാളുടെ അടുത്ത് ഇരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവൻ വാശി പിടിക്കും, കരയും. എത്രത്തോളം ഇരിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് താണിക്കുടം അമ്പലത്തിലേക്ക് പോണ ഭാഗമാണ് കേട്ടോ. ഇടത്തോട്ട് തിരിഞ്ഞ താണിക്കുടം അമ്പലമാണ്. ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് ആ റോഡ് അങ്ങനെ പോയ മാടക്കത്തറ വഴി നമുക്ക് എറണാകുളത്തേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ ചേർപ്പ് ഭാഗത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരെ വലത്തോട്ട് രാമവർമ്മപുരം വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രജി ഇല്ല. അപ്പോൾ രാമവർമ്മപുരം വഴി പോകുമ്പോൾ നമുക്ക് നേരെ പ്രജയുടെ വീടിൻ്റെ അത് കൂടി പോവാം. അപ്പോൾ അങ്ങോട്ട് തിരിയാതെ നമുക്ക് പള്ളിമൂലയിൽ നിന്ന് ചെറൂര് വഴിക്ക് നമുക്ക്, അതായത് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ. കുട്ടികളെ എഴുത്തിന് ഇരുത്താതെ നമ്മൾ പേനയൊന്നും കൊടുക്കില്ല എന്ന് പറയില്ല. എന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ കാർട്ടൂൺ കാണും, യൂട്യൂബ് ഉപയോഗിക്കും. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ വിരൽ വെച്ച് ഇങ്ങനെ തോണ്ടി എടുക്കും അല്ലേ. ഇന്നത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയും എനിക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കാർട്ടൂൺ കാണിക്കില്ല, അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. പക്ഷേ പിന്നീട് അതില്ലാതെ കുട്ടികൾക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ നിക്കി പറയുക കാർട്ടൂണിന് പകരം മീമി എന്നാണ് പറയുക. അപ്പോൾ മീമി എന്ന് കേൾക്കുമ്പോൾ, അവൻ പറയണത് കേൾക്കുമ്പോൾ എല്ലാ ആൾക്കാരും ചിന്തിക്കും മീൻ കഴിക്കുന്നു, മീനാന്ന് ചോദിക്കണമെന്ന് വിചാരിക്കും. അല്ല, അവൻ ഉദ്ദേശിക്കുന്നത് മീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാർട്ടൂണിൽ അവന് കാണിച്ചു കൊടുത്തതും ഈ മീൻകുട്ടികളേനെ അങ്ങനെ കളിക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ മീമി എന്ന് പറഞ്ഞു തുടങ്ങിയതാട്ടോ. അപ്പോൾ കാർട്ടൂൺ എന്ന് അവൻ ഉദ്ദേശിക്കുന്നത് മീമി എന്ന് പറഞ്ഞിട്ടാണ് പറയുക നമ്മളോട്. അപ്പോൾ അങ്ങനെ വെക്കും. അപ്പോൾ ഇവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം കാർട്ടൂൺ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എല്ലാ കുട്ടികളും കാർട്ടൂണിന് അഡിക്റ്റാണ് ഇന്നത്തെ കുട്ടികളിലെ ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ. പിന്നെ ഇത് നമ്മൾ പള്ളിമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. വലത്തോട്ട് തിരിഞ്ഞാൽ വിയ്യൂർക്ക് എത്താം. ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഇടത് ഭാഗത്ത് ഈ കാണുന്നത് വിമല കോളേജാണ് കേട്ടോ. അങ്ങനെ ആ ഭാഗം കടന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ചെറൂര് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ജവഹർലാൽ ബാലഭവൻ്റെ അവിടേക്കാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് റൗണ്ട് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തൃശ്ശൂർ റൗണ്ട് കൂടെ പോകുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. നമുക്ക് തൃശ്ശൂർ റൗണ്ടിൽ എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുന്നാഥൻ അമ്പലം, അതുപോലെ തന്നെ പാറമേക്കാവ് ദേവി, അപ്പോൾ ആ ക്ഷേത്രം ഞാൻ അവിടെ 2 ഇടത്തിലേ ഞാൻ തൊഴുതിട്ടുള്ളൂ കേട്ടോ. പിന്നെ തിരുവമ്പാടി ഉണ്ട്, ഞാൻ തൊഴുതിട്ടില്ല. തിരുവമ്പാടിയിൽ ഇപ്പോൾ ഇതാണ് അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. പാറമേക്കാവ് ക്ഷേത്രം കാണാം ഈ ഭാഗത്ത്. അപ്പോൾ തിരുവമ്പാടിയിൽ ഇപ്പോൾ അന്നദാനമാണെന്ന് പറഞ്ഞു. ഇന്നലത്തോട്ട് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. മാർച്ച് 8 വരെ ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ പാറമേക്കാവ് അമ്പലത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ അപ്പം നോക്കി ഇങ്ങനെ
അതുപോലെ തന്നെ വടക്കുന്നാഥൻ്റെ അവിടെ എന്തോ ഈ ഈ ഭാഗത്തേക്കുള്ള വാതിലിൻ്റെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതൊക്കെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നേരെയാക്കേണ്ടി വരുമല്ലോ അല്ലേ. അപ്പോൾ കുറേ മാറ്റങ്ങൾ മരത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അങ്ങനെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടു, വീഡിയോ ഒന്നും എടുത്തില്ല, പക്ഷെ കണ്ടു. അങ്ങനെ ഈ തൃശ്ശൂർ റൗണ്ട് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ റൗണ്ട് കൂടെ തിരിഞ്ഞിട്ട് നമ്മൾ ഇനി ഇടത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിന് മുൻപ് ഞാൻ ഇവിടെ ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ, നിറയെ ഫർണിച്ചറുകൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വഴിക്കൊക്കെ പോകുന്നത്. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൻ്റെ കവാടാണത്, റോഡിൽ നിന്നുള്ള കവാടം. അങ്ങോട്ട് നേരെ ക്ഷേത്രത്തിലേക്കാണ് ആ വഴി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തി. ഞാൻ ആ ഭാഗമൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. പണ്ടൊക്കെ എഴുത്തിനിരുത്തണേക്കെ മുന്നേ 1 2 3 ഒന്നും പറഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ 1 2 3 അങ്ങനെയൊന്നും പഠിപ്പിക്കില്ല, പേന കൊടുക്കില്ല കയ്യിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എഴുത്തിനിരുത്തിയതിന് ശേഷമാണ് പേന കൊടുക്കുള്ളൂ എന്നൊക്കെ പറയും. ഇന്നിപ്പോൾ അതൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പേനയും മനസ്സിലൊക്കെ എടുക്കുമ്പോൾ കുട്ടികളൊക്കെ എടുക്കും. അങ്ങനെയൊന്നും ഇപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ചേര തിന്നണ നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറയണ പോലെ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരിക, അത്രയൊക്കെ തന്നെ കേട്ടോ. എന്നാലും നമ്മൾ ചെയ്യേണ്ട ചടങ്ങുകൾ, രീതികൾ, ചിട്ടകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് ക്ഷേത്രം കേട്ടോ, ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. പിന്നെ ഉള്ളിൽ പണികളൊക്കെ നടക്കുന്ന കാരണം മരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. തേക്കിൻ്റെ പണികളാണ് തോന്നുന്നു അവിടെ കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടൊരു വീടുണ്ട്. നമ്മൾ ചീട്ടൊക്കെ ആക്കിയതിന് ശേഷം അമ്പലത്തിലൊക്കെ തൊഴുതു വന്നതിന് ശേഷം എഴുത്തിനിരുത്താനുള്ള ആ ഹാളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇരിക്കുക എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അവൻ കണ്ടു നീട്ട് ഓടുകയാണ്. അതുപോലെ ആൾ നാവിൽ മോതിരം കൊണ്ട് എഴുതുന്ന സമയത്ത് അവൻ കരഞ്ഞു. പനിയൊക്കെ വന്ന് മെഡിസിൻ കൊടുക്കുമ്പോൾ അവന് പേടിയായിട്ടേ വായിലേക്ക് ചെയ്യുമ്പോൾ അവർ വിചാരം മെഡിസിൻ കൊടുക്കാമെന്ന് വിചാരിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതുമ്പോൾ ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കേട്ടോ. എല്ലാം കണ്ടു പഠിക്കുന്ന പോലെ. പിന്നെ അതിന് ശേഷം ദക്ഷിണയൊക്കെ കൊടുത്തു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ 1 മണി വരെയൊക്കെ ഇരിക്കുന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 9:30 ആകുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വഴിപാടും പായസം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു. അത് തൃശ്ശൂർ ആകാശപാത. അപ്പോൾ അവിടുന്ന് അരി തന്നിട്ടുണ്ട്. 2 ദിവസം അതിൽ എഴുതിപ്പിച്ചതിന് ശേഷം പായസം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗം കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വിശേഷമായിട്ട് വേഗം വരാം. നിങ്ങളുടെ സ്വന്തം ജോ. ബൈ, സി യു.